പെരുന്നാളുകളുടെ പെരുന്നാളായ ഉയിർപ്പ് ശുശ്രൂഷയുടെ ഒരുക്കമാണ് നോമ്പുകാലം. ഇത് ആത്മതപനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും നാളുകളാണ്. ഉപവാസവും പ്രാർത്ഥനയും അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ജീവൻ്റെ പുതുക്കത്തിലേക്ക്, അതിൻ്റെ ആഘോഷത്തിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. കേവലം മാംസഭക്ഷാദികൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ നോമ്പ് വിജയിക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ച് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്ന അഹന്ത, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം. ഞാൻ ഇടറുകയില്ല എന്ന അഹംബോധത്തെ ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദേശത്തിലൂടെ പങ്കുവയ്ക്കുവാൻ തോന്നുന്നത്. സ്നേഹിതനായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ചെന്ന് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തി ഞാൻ എന്ന ഭാവം മാറ്റുവാനാണ് ഈ നോമ്പ് കാലയളവിൽ ശ്രമിക്കേണ്ടത്. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുവാനും പരിത്യാഗത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും നാൾ വഴികളിലൂടെ നടന്നു നീങ്ങുവാനും പരിശുദ്ധ സഭ നമ്മെ നയിക്കുന്ന കാലമാണ് നോമ്പുകാലം. പിതൃസ്നേഹത്തിൽ നിന്നും കുതറിയോടി സർവ്വതും നഷ്ടപ്പെടുത്തി പാവത്തിൻ്റെ പണിക്കുഴിയിൽ നിന്നും തിരികെ വരുന്ന പുത്രനെ ഇരു കൈകളും നീട്ടി മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന പിതൃകാരുണ്യം ധൂർത്തപുത്രനെ പോലെ നാമും അനുഭവിച്ചറിയണം. ഈ നോമ്പുകാലം ആത്മപരിശോധനയുടേതാവട്ടെ. വന്നുപോയ കുറവുകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ കൃപയോടെ സുവിശേഷവൽക്കരണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനുള്ള ഊർജം ഈ നോമ്പ് കാലത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നേടുവാൻ കഴിയണം. പ്രാർത്ഥന അദൃശ്യ കാര്യങ്ങളെ സ്പർശിക്കുന്നതാണ്. ഉപവാസമാവട്ടെ കാണുന്നതും താൽക്കാലികവുമായ എല്ലാറ്റിനെയും അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ഉപവാസം നമ്മുടെ തീരുമാനങ്ങളെ ദൃഢമാക്കുകയും ബലിയാകുവാൻ നമ്മെ തയ്യാറാക്കുകയും ചെയ്യുന്നതോടൊപ്പം ദൈവരാജ്യത്തിൽ നാം അന്വേഷിക്കുന്ന കാര്യങ്ങൾ സ്വായത്തമാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചിലവഴിച്ച് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വന്തമാക്കാം. തിരുവചന ധ്യാനത്തിലൂടെ നമ്മെ കണ്ടെത്തുവാനും ദൈവവഴികൾ അറിയുവാനും നമുക്ക് ഈ നോമ്പാചരണത്തിലൂടെ ശ്രമിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു.